ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ കോടതിയെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. 8.22 കോടിക്കായിരുന്നു IIICയുമായിട്ടുള്ള MOU. അതേക്കുറിച്ച് കെ ജയകുമാർ പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് ഒരു MOUവിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ 8.22 കോടി എന്നുള്ളത് റീസണബിൾ ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ 4.99 ആക്കിയതോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു പുനർവിചിന്തനത്തിൽ 4.99 ആണ്, റീസണബിൾ ആണ് എന്ന് അപ്പോൾ തോന്നി എന്നാണ്. തോന്നലാണ് എല്ലാം. ഇത് വസ്തുതാപരമായ എന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നേരം ഒരു തോന്നൽ ഒരു സമയത്ത് തോന്നി, അതനുസരിച്ചൊരു MOU. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു തോന്നൽ തോന്നി, അതുകൊണ്ട് 4.99 ആക്കി. ഇപ്പം എന്തായാലും 7 കോടിയുടെ ബില്ലുണ്ട്, 7.4 കോടിയുടെ ബില്ല്. അത് പക്ഷേ 4.99 ഇനി എന്ത് ചെയ്താലും കൊടുക്കാനും പറ്റുമെന്ന് പറയുന്നു. ഇതൊക്കെ സാധാരണ മനുഷ്യർ കേട്ടാൽ അവരെങ്ങനെയാ അതൊക്കെ വിശ്വസിക്കുക? അഭിലാഷിനെ കുറിച്ച് അഭിലാഷനെ നേരത്തെ പറഞ്ഞില്ലേ, ചില പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ നടന്നു എന്ന്. അഭിലാഷ് കനകോലുവിനെ കണ്ടതിന് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്നൊക്കെയാണല്ലോ ആക്ഷേപങ്ങൾ വന്നു. അങ്ങനെ വല്ലവരെയും കണ്ടിരുന്നോ? കനകോലു പല വിസ്മയം വല്ലതും സൃഷ്ടിക്കുമോ അഭിലാഷേ? ഞാൻ കനകോലുവിന്റെ ഫോട്ടോ കണ്ടിട്ടില്ല, എന്തോ വീഡിയോയോ വിഷ്വലോ ഒക്കെ കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ, ജീവനോടെ കണ്ടിട്ടില്ല. അഭിലാഷ് ഇപ്പൊ ചോദിച്ചതിന് ഉത്തരവ് തന്നെയാണ്. MOU 8.something കോടിയുടെയാണ് MOU വന്നിരിക്കുന്നത്. പക്ഷേ അവർക്ക് 7.4 7.4 ബില്ലുകളാണ് അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, IIIC സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ 5 കോടിയെ കൊടുക്കത്തുള്ളൂ, 4.99 കോടിയെ കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ജയകുമാറിന്റെ പത്രസമ്മേളനത്തിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു പക്ഷെങ്കില് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു സബ്സിഡറി സ്ഥാപനമൊക്കെ ആയതുകൊണ്ടും അവരുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടും ഊരാളുങ്കലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സർക്കാരിന് സാധിക്കുമായിരിക്കും, നിങ്ങൾ അത്രയും കൊണ്ട് അങ്ങ് തൽക്കാലം ക്ഷമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവര് പിന്മാറുമായിരിക്കും. പക്ഷെ അതല്ലാത്ത വേറെ ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഗോകുലം, ഇപ്പൊ ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ട്, കൊടുക്കാനുണ്ട്. അല്ല, അതിൽ കുറച്ച് KTDC ഒക്കെ ഉണ്ട്. ചിലപ്പോ അത് അവര് വേവ് ചെയ്ത് കൊടുക്കുമായിരിക്കും. KTDC, കുമരകം ഗേറ്റ് വേ, അങ്ങനെയൊക്കെ. കുമരകം KTDC ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുമായിരിക്കും. അത് സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഗോകുലം ഗ്രാന്റിന്റെ 12.5 കോടി ആര് കൊടുക്കും? 12.5 ലക്ഷം ആര് കൊടുക്കും? അതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നില്ലേ? അത് താജിന്റെ ബില്ലുണ്ട്, താജ് ഹോട്ടൽ 5 സ്റ്റാർ ആണല്ലോ. കുമരകത്തെ 5,24,000 കൊടുക്കാനുണ്ട്. 5,24,000 താജിന് കൊടുക്കാനുണ്ട്. അവരോട് എന്ത് പറയും? അവരോടൊക്കെ എനിക്ക് തോന്നുന്നത് കെ ജയകുമാറിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ പണ്ട് ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള സിനിമയില് ശ്രീനിവാസ് പറഞ്ഞില്ലേ, ഓംലെറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം എന്ന് പറഞ്ഞത് അദാനിയുടെ ഫണ്ട്, അദാനി ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു, 1 കോടി രൂപ തരാം എന്ന്. അത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അദാനിയുടെ ഓഫർ, ആ തുക വരുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇത്രയും ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കമ്പനിയാണോ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്? അത് വരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതോ ഇനി പൈസ വന്നിട്ടുണ്ടോ? അദാനിയുടെ പൈസ എന്തായാലും അവര് കടം പറയത്തില്ലല്ലോ. ഒരു കടം പറയുന്ന ഒരു ഏജൻസി അല്ല അദാനി എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അവിടെ പൈസ വന്ന് കാണും. അത് ഏത് അക്കൗണ്ടിലെ എങ്ങനെ അക്കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വേണം ഇന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്ന് വെരിഫൈ ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു അഭിപ്രായം അതാണ്. അദാനി അങ്ങനെ കടം പറയാൻ സാധ്യതയില്ല. ഇപ്പൊ മറ്റ് സ്പോൺസർമാരൊക്കെ തിരിഞ്ഞു പോയി കാണാം. അതുകൊണ്ടാണ് പറയുന്നത് 5 കോടിയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഈ MOU ഒപ്പിട്ടിരിക്കുന്ന ഈ കമ്പനിക്ക് 2 കോടി ചില്ലാനും കൊടുക്കാനുണ്ട്. ദേവസ്വം ബോർഡിന്റെ നഷ്ടമുണ്ട്. 1.15 കോടി ദേവസ്വം ബോർഡ് കണ്ടെത്തണം ഇനി.